ഹലോ ഉമ്മ, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പറഞ്ഞത്. സംഭവം കേട്ട നെട്ട് മാത്രല്ല സന്തോഷം കൊണ്ട് നിങ്ങളെ തുള്ളി ചാടിയിട്ട് അപ്പുറത്തെ സയാത്താന്റെ പേന വരച്ചിട്ടുണ്ട്. സംഭവം എന്താ ഞാൻ അവിടെ എല്ലാവരോടും അന്വേഷിച്ചു. ഞാൻ ഈ കൂടെ വർക്ക് ചെയ്യുന്നവരോടും പിന്നെ ബോസിനോടും എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും ഒരേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. നിങ്ങളോടൊന്നും പിന്നെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങളൊക്കെ സന്തോഷപ്പെട്ട് ചാടി തിമർക്കൂല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനേ നാട്ടിലേക്ക് വരികയാണ് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വെറുതെ വരില്ല, എക്സിറ്റ് അടിച്ചിട്ട് വരാം. പണിയൊക്കെ നോക്കിട്ട് പഠിച്ചോണെ എങ്ങോട്ട് നാട്ടുകാ ഇത് ആരെ കണ്ടിട്ട് ജാതി എങ്ങോട്ട് കെട്ടിയേൽപ്പിച്ച് വരണ്ടേ? ഇവിടെത്താ ഞാൻ നാട്ടിൽ എന്തെങ്കിലും വെറൈറ്റി ബിസിനസ് തുടങ്ങാൻ പോകാം. മാണ്ടാണ്ട അവിടെ തന്നെ ഒന്നോ ഇവിടെ തന്നെ ഇവിടെ വന്നിട്ട് എത്താ ഇവിടെ ഉള്ളവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റുക. ഇങ്ങോട്ട് എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോണൊക്കെ ഞാൻ ആരടക്കുക? ഇവിടെ നിങ്ങളുടെ ലോൺ എടുക്കാൻ പറ്റുന്നത് തോന്നുന്നുണ്ടാ? എന്നെ കൊണ്ട് തോന്നുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടാ, എന്റെ പാപ്പാനെ കൊണ്ടും പറ്റില്ല. ഇതൊക്കെ പോട്ടെ, എന്റെ പെങ്ങളെ കുടിരിക്കലല്ലേ വരല്, അപ്പൊ അതിന് കുറെ സാധനം എടുക്കണ്ടേ? അതിനൊക്കെ എത്രത്തോളം പൈസ വെച്ചിട്ട് 1 ലക്ഷം 2 ലക്ഷം എന്നില്ല. ഫരീദാന്റെ മോളെ കുടിരിക്കലിന് എത്ര ലക്ഷം വെക്ക് വയ്ക്കുന്നുണ്ട്? ഫരീദാന്റെ മോളെ കുടിരിക്കലിന് അംസാപ്പ് ഉണ്ടാക്കിയ പൈസ എത്രയാണെന്ന് പറയാൻ എനിക്ക് 5 ലക്ഷറ്റാണ്. അതിനുമാത്രം സാധനങ്ങൾ ഒരു കൊണ്ടേക്കുന്നത്. എന്റെ പെങ്ങളല്ലേ, അപ്പൊ എന്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് കുറെ സാധനങ്ങൾ കൊണ്ടുപോകണ്ടേ? കൊണ്ടുപോയില്ലെങ്കിൽ എത്താ ദുബായ് പോയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ടായി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? എന്റെ കുട്ടി അവിടെ തന്നെ നിന്നോളി, ഇതൊക്കെ ഉണ്ടാക്കി എന്നാലും നമുക്കൊരു പേരുണ്ടാവുള്ളൂ. നമുക്ക് ആൾക്കാരുടെ തല ഉറപ്പിച്ച് നടക്കണ്ടേ? ഇങ്ങോട്ട് നാട്ടിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടാ. പിന്നെ ആകെ നാണക്കടോ നാറാണക്കല്ലോ എടുക്കും നമ്മള്. എത്ര ഓളെ അമ്മായിമാരെ കടക്കെ വെച്ചിട്ട് ഓളെ അമ്മായിമാർക്കൊക്കെ കിട്ടിയാൽ മതിയാവും. ഇവിടെ കറണ്ട് ബില്ല് അടക്കാൻ തന്നെ ബജ്ജില്ല. അപ്പോഴാണ് ഞാൻ എന്റെ എക്സിറ്റ്. കുട്ടികളെ ഫീസ് ഞാൻ എടുക്കാം, അതിന്റെ ചെറിയ പെങ്ങളെ ബസ് ഫീസും ഉണ്ട്, കോളേജ് ഫീസും വന്നോ, അത് ആദ്യം അടക്കിച്ച് എന്നിട്ട് എന്റെ എക്സിറ്റ് നോക്കി. നിങ്ങൾ എക്സിറ്റ് അടിച്ചു വരിട്ടാ. പിന്നെ മേക്കപ്പ് സെറ്റ് ആയ കൊണ്ടുവരാ. ആകെ ഒരു മേക്കപ്പ് സെറ്റുകളൊക്കെയാണ് ഞാനൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് വേറെ അവിടെ ഭയങ്കര ചൂടാണ്, AC ഒന്നും ഇല്ല. നിങ്ങളല്ലെങ്കിൽ ഒരു AC കൊടുത്തേക്കോ? പേരന്റെ അവിടുത്തെ ഈ ചൂടുകൊണ്ട് നിൽക്കാൻ പറ്റും മനുഷ്യന്. പിന്നെ നോക്കി നമ്മളെ പേരിൽ മാത്രം കാറില്ലാത്തുള്ളൂ, എല്ലാവരുടെ പേരിൽ കാറുണ്ട്. എൻ്റെ ചങ്ങാച്ചാളെ പേരിലൊക്കെ കാറുണ്ട്. ഓലൊക്കെ എന്നിട്ട് ഞായറാഴ്ച ആയാലും ഓലെ കാറും പെട്ടുകൊണ്ട് നേരെ കോഴിക്കോട് ബീച്ച് പോകും. ഓളാണല്ലോ കാറ് വിടല്. എന്നൊക്കെ ഇവിടെ കാർ മേടിച്ച് വെച്ചാൽ ഞാൻ കൊണ്ടുപോയില്ല എല്ലാവരും കോഴിക്കോട്ടേക്ക്. ഇവിടെ നാട്ടിലൊക്കെ ഇവിടെ നാട്ടിലേക്ക് അമിച്ച പിന്നെ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ചോറ ഞായറാഴ്ച ആയ കല്യാണത്തിന് പോകണം, വൈകുന്നേരം ആയ പേടി പോകണം, സീനാണ് ഇവിടെ. ഇതെല്ലാം അവിടെ കുത്തറക്കണ്ടാണ്. അവിടെ അങ്ങ് സുഖിച്ച് കുത്തറണ്ട പണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പണിയില്ലല്ലോ. ഇവിടെ എത്തൊക്കെ ചോറാണ് നാട്ടിൽ. വണ്ടിയൊക്കെ ഒന്ന് പുറത്ത് ഇറങ്ങി വെച്ചാൽ വണ്ടിയോട് കുടുങ്ങി വെച്ചാൽ എവിടെ തിന്നാലും തട്ടി എങ്ങനെയെങ്കിലും നമ്മൾ തൊട്ടണ്ട വെച്ച് വന്ന് മുട്ടിക്കോളും ആരെങ്കിലും കഴിച്ച്. നാട്ടിൽ നിന്ന് നിൽക്കണം കാട്ടില്ലേ ഞാൻ അവിടെ തന്നെ നിന്നു. എന്റെ അഭിപ്രായത്തിൽ ചങ്ങയുടെ പുറത്തിറങ്ങി 500 പൊട്ടി. പിന്നെ ഞെത്ത ജീവിതം. ഒരു ചായ കുടിച്ചാൽ പോയി പിന്നെ 200 പൊടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഇല്ല. ചങ്ങായി ഡ്രസ്സ് എടുക്കാനൊന്നും പോണി പേരക്കാരെ കേൾക്കണ്ടല്ലോ, ഇവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വരും. ചങ്ങായി ഡ്രസ്സ് എടുക്കാനൊക്കെ പോയ 2000 റുപ്യയുടെ ചോറ. ഞാനൊക്കെ സ്റ്റുഡിയോട് ജീവിച്ചു പോവാ. പഴയമായിരുന്നല്ല, അപ്പൊ ട്രിപ്പ് പോകണമെന്നും ആരില്ല, ഒക്കെ ഓരോ വയ്ക്കാം. പണ്ടത്തെ മാതിരി ഇങ്ങനെ വൈകുന്നേരം വന്ന് കുത്തർക്കല്ല, അതൊന്നും ഇല്ല. അതൊക്കെ പണ്ട് നിങ്ങളെല്ലാവരും ഉള്ള സമയത്ത്. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ വന്ന് വിളിച്ചാലാണെങ്കിൽ ഓരോരുത്തർക്കുള്ള ഡിമാൻഡ് ചെറുതൊന്നുമല്ല. ഇതിപ്പോ ഗൾഫിലായതുകൊണ്ട് നമുക്ക് ഒരു ചെറിയ വിലങ്കിലും ഇല്ലേ? ഇവിടെ ഒന്ന് നോക്കിയാൽ അതും ഉണ്ടാവില്ല. ഗൾഫ് നിർത്തി പോരേ ഉസറും ഇല്ലാത്തവനെ ഇപ്പൊ തന്നെ പോരാനായിട്ടില്ല കേട്ടാ. കുറച്ചും കൂടി അവിടെ നിൽക്ക് കേട്ടാ. പതിനെട്ട് കുറച്ചും കൂടി അവിടെ നിൽക്കി. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പൈസ ഒക്കെ ആകുമ്പോ നമുക്ക് ഒരു കടക്കെട്ട് നമുക്ക് സെറ്റപ്പ് ആകട്ടാ. നമ്മളെ ചെറുതിൻ്റെ ഇഞ്ഞോളെ കല്യാണം കഴിയട്ടെ. കേട്ടോ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇങ്ങോട്ട് പോരെ. എന്നിട്ട് നമുക്ക് ഇവിടെ എത്തി തുടങ്ങാം കേട്ടാ. നമുക്ക് കരിക്ക് വെട്ടാനോ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കാനോ തുണിസാപ്പോ എന്തെങ്കിലുമൊക്കെ നമുക്ക് തുടങ്ങാം കേട്ടാ. ഇപ്പൊ 18 ഇവിടെ നിന്നുള്ളൂ കേട്ടാ.